കൊല്ലം RSPയിലെ സീറ്റ് തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. കാർത്തിക് പ്രേമചന്ദ്രന് AAIC നടത്തിയ പ്രസ്താവന മര്യാദയില്ലാത്തതാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇരവിപുരത്ത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കാർത്തിക് പ്രേമചന്ദ്രനാണ്. ഇരവിപുരം മണ്ഡലത്തിലെ വിജയസാധ്യത അസീസ് ഇല്ലാതാക്കുകയാണെന്ന് മുഹമ്മദ് റാഫി പറഞ്ഞു. അസീസ് എന്നുള്ളൊരു സീനിയർ നേതാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. കാരണം അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ് 3-4 പേരുള്ള പാർട്ടിയായ ലീഗിനെ അപഹസിച്ച് ഇപ്പം തന്നെ ഏറ്റവും വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് കാർത്തിക് പ്രേമേന്ദ്രൻ. അദ്ദേഹം നിന്നാലേ ഈ ഇരവിപുരം അസംബ്ലി നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ല എങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് തരുക, കോൺഗ്രസ്സിന് തരുക. ബ്ലോക്ക് കമ്മിറ്റിയിൽ ഏകാണ്ഡമായിട്ട് തീരുമാനമെടുത്ത് പാർട്ടിക്ക് തരികയാണെങ്കിൽ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ മത്സരിക്കാൻ വേണ്ടി ഏകാണ്ഡമായിട്ട് തീരുമാനം ബ്ലോക്ക് കമ്മിറ്റി എടുത്തിരുന്നു. RSPയിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ സീറ്റ് വിട്ടു നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ഷമീർ നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ RSP കോൺഗ്രസ് UDFനെ സംബന്ധിച്ച് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? തുടർച്ചയായിട്ടുള്ള AAICന്റെ പ്രതികരണങ്ങളിൽ നിന്നിപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നേരത്തെ ലീഗിനെതിരെ സീറ്റ് വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട് ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പിന്നാലെയാണ് ഈ കാർത്തിക് പ്രേമചന്ദ്രനെതിരെയുള്ള വിമർശനം വരുന്നത്. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള AAICന്റെ നടപടി അത് RSPക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ടോ? ഷമീറെ, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തിൽ നമുക്ക് പറയാം, അതായത് കഴിഞ്ഞ ദിവസമാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഷിബു ബേബി ജോൺ ഒഴിഞ്ഞത്. അത് അദ്ദേഹം ചവറയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ആ സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. എന്തായാലും അവിടെ മണ്ഡലം കമ്മിറ്റി ഇന്നാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലം കമ്മിറ്റി നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ കാർത്തിക് പ്രേമചന്ദ്രൻ അല്ല സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അത് തികച്ചും മര്യാദാ ലംഘനമാണ്. ഇരേപുരത്തെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രമേയം പാസാക്കി ഇരേപുരത്ത് യുവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന്. തൊട്ടു പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും AAICന്റെ ഇത്തരം നിലപാടുകളോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. നമ്മളോട് സംസാരിച്ചത് ഇരേപുരം ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫിയും മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ്. ഇരേപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇരേപുരം മണ്ഡലം കമ്മിറ്റിയും ഐകണ്ഠേനമായി പറയുന്നു അവിടെ ഒരു യുവാവിനെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം, അതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കാർത്തിക് പ്രേമചന്ദ്രനാണ് എന്നാണ് അവരുടെ വാദം. എന്തായാലും ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയിൽ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9 ഡിവിഷൻ കോൺഗ്രസിനൊപ്പം നിന്നു. ഒപ്പം തന്നെ 70 വർഷത്തെ ഇടതു ഭരണത്തിന് ശേഷം മയ്യനാട് പഞ്ചായത്ത് കോൺഗ്രസിനൊപ്പം നിന്നു. അങ്ങനെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കെ ആ സാഹചര്യം ഇല്ലാതാക്കാൻ AAIC ശ്രമിക്കുന്നു. അതുകൊണ്ട് AAICനെ നിലനിർത്തണം. ഒപ്പം തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസുമായി ആലോചിച്ച് വേണം ഒരു സ്ഥാനാർത്ഥി നിൽക്കാൻ. പരാജയപ്പെടുന്നവരെ അവിടെ നിർത്താൻ പാടില്ല, ജനസമ്മതി ഇല്ലാത്ത ആളുകളെ അവിടെ നിർത്താൻ പാടില്ല എന്നൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ RSPക്ക് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ സീറ്റ് ഇരവിപുരം സീറ്റ് വിട്ടു നൽകി കോൺഗ്രസിന് മത്സരിക്കാൻ ഒരു അവസരം അവിടെ നൽകണം. കൈപ്പത്ത് ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തീർച്ചയായും വിജയിക്കും. അത്തരം ഒരു പരിഗണനയിലുള്ള ആൾ കൂടിയാണ് ഈ സൗണ്ട് ബൈറ്റിൽ സംസാരിച്ച മുഹമ്മദ് റാഫി. അതുകൊണ്ട് തന്നെ ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡല കമ്മിറ്റിയും ഐകണ്ഠേനമായി അസീസിന്റെ നടപടികൾക്കെതിരെ രംഗത്ത് വരികയാണ്. അസീസ് നേരത്തെ മുസ്ലിം ലീഗിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് പരാമർശം നടത്തി. അന്ന് അദ്ദേഹത്തിന് വിലക്കിയില്ല. ഇപ്പോൾ സ്വന്തം മുന്നണിയിലുള്ള NK പ്രേമചന്ദ്രന്റെ മകനെതിരെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തെ ആരും എന്തുകൊണ്ട് വിലക്കുന്നില്ല? അത് മണ്ഡലത്തിലെ UDFന്റെ ഐക്യത്തെ ഇല്ലാതാക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുകയും ചെയ്യും എന്നാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നിരീക്ഷണം. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി.